ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCERT സയൻസിൻ്റെ ഭാഗത്തെ ഫിസിക്സിലെ 7ാമത്തെ ലെസനാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ലെസനോട് കൂടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം. 7ാമത്തെ ലെസൺ ഊർജ പരിപാലനം. ആദ്യത്തെ ഊർജ രൂപം താപമാണ്. ആദ്യം ഇന്ധനമായി ഉപയോഗിച്ചത് വിറകാണ്. ആദ്യത്തെ ഇന്ധനം വിറകും ആദ്യത്തെ ഊർജ്ജരൂപം താപവുമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയവ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലും അടങ്ങിയിരിക്കുന്നത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണ്. കൽക്കരിയുടെ വിവിധ രൂപങ്ങളാണ് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസൈറ്റ്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസൈറ്റ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നത് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക എന്നിവയാണ്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നത് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക എന്നിവയാണ്. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് CNGയും LNGയും നിർമ്മിക്കുന്നത്. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് CNGയും LNGയും നിർമ്മിക്കുന്നത്. CNGയിലെയും LNGയിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. CNGയിലെയും LNGയിലെയും പ്രധാന ഘടകം മീഥെയ്നാണ്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും CNGയും LNGയും ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും. CNGയുടെ പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. LNGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. LPGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടെയ്ൻ ആണ്. LPG ചോർച്ച തിരിച്ചറിയാനായി മണത്തിനായി ചേർക്കുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ. പാചകവാതക സിലിണ്ടറുകളിലെ കാലാവധി അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ആൽഫബറ്റും നമ്പറും കൊടുത്തിട്ടുണ്ടാവും. എക്സാമ്പിൾ A24 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2024 വരെ കാലാവധി ഉണ്ട് എന്നാണ്. A എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ എന്നാണ്. ABCD എന്ന 4 ലെറ്റേഴ്സാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക. A എന്ന് പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയും, B എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ വരെ, C എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ, D ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്നാണ് കാലാവധി സൂചിപ്പിക്കുന്നത്. LPGയുടെ മണം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ വായുവിൽ LPG 3% ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. 2% പോലും തീപിടുത്തത്തിന് കാരണമാകും. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. വാതക LPGക്ക് 250 മടങ്ങ് വികസിക്കാൻ കഴിവുണ്ട്. മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് ബ്ലവി. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. അഗ്നിശമന സേന ടോൾ ഫ്രീ നമ്പർ 101 ആണ്. ജൈവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബയോമാസിന് ഉദാഹരണം വിറക്, ചാണകവറളി തുടങ്ങിയവയാണ്. ഇവയുടെ ജ്വലനം ഭാഗികമായിരിക്കും. ജൈവ അവശിഷ്ടങ്ങളുടെയും അല്ലെങ്കിൽ ബയോമാസിൻ്റെ ജ്വലനം ഭാഗികമായിരിക്കും. ഓക്സിജൻ്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ് ബയോഗ്യാസ് ഉണ്ടാവുന്നത്. ഓക്സിജൻ്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായാണ് ബയോഗ്യാസ് ഉണ്ടാവുന്നത്. അതിലെ പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും.
ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്നതാണ് സ്ലറി. പുറന്തള്ളുന്ന സ്ലറി ഒരു നല്ല വളമാണ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കലോറി മൂല്യത്തിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഹൈഡ്രജനാണ് കലോറിക മൂല്യം കൂടിയ ഇന്ധനം. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. CNGയുടെ കലോറിക മൂല്യം 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ചാണകവരളി 6,000 മുതൽ 8,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. LPGയുടേത് 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ബയോഗ്യാസിൻ്റെ 30,000 മുതൽ 40,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കൽക്കരിയുടേത് 25,000 മുതൽ 33,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. പെട്രോളിൻ്റെ കലോറിക മൂല്യം 45,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. മീഥേൻ്റെ കലോറിക മൂല്യം 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഊർജ്ജമാറ്റം സ്ഥിതികോർജ്ജത്തെ ഗതികോർജ്ജമായും ഗതികോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായുമാണ് മാറുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലുണ്ടാകുന്ന ഊർജ്ജമാറ്റം സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായും ഗതികോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറ്റപ്പെടുന്നു. മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കിയാണ് ടർബൈൻ കറക്കുന്നത്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റിയാണ് ടർബൈൻ കറക്കുന്നത്. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം രാസോർജ്ജം താപോർജ്ജമായും താപോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറ്റപ്പെടുന്നു. തെർമൽ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്നത് രാസോർജ്ജം താപോർജ്ജവും താപോർജ്ജം യാന്ത്രികോർജ്ജം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറ്റപ്പെടുന്നു. തെർമൽ പവർ സ്റ്റേഷനുകൾക്ക് ഉദാഹരണമാണ് നെയ്വേലി, കായംകുളം, രാമകുണ്ടം. PN സന്ധി ഡയോഡാണ് സോളാർ സെല്ല്. PN സന്ധി ഡയോഡാണ് സോളാർ സെല്ല്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ചതാണ് സോളാർ സെല്ല്. ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറയുന്നത്. സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. SPV അല്ലെങ്കിൽ സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഈ വിമാനത്താവളത്തിന് 2018 UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്നത് കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യരശ്മികളെ കറുത്ത പെയിൻ്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഇതുമൂലം ജലം തിളച്ച് നീരാവിയാവുകയും ഈ നീരാവി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം ടർബൈൻ തിരിക്കുകയും ജനറേറ്റർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ ഉള്ളത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ ഉള്ളത് രാജസ്ഥാനിലാണ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൽ 25% വൈദ്യുതിയും കാറ്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിൽ ഒന്നാമതുള്ളത് ജർമ്മനിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കന്യാകുമാരിയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് 380 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് രാമക്കൽമേട്, കഞ്ചിക്കോട്. രാമക്കൽമേടും കഞ്ചിക്കോടും. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 2 ഹെക്ടർ സ്ഥലമാണ് ആവശ്യമായിട്ടുള്ളത്. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 2 ഹെക്ടർ സ്ഥലം ആവശ്യമായിട്ടുണ്ട്. വേലിയേറ്റ ഊർജം കേരളത്തിൽ 1 മീറ്ററിലും കുറവാണ്. സമുദ്ര ഉപരിതലം സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും ഉണ്ടായിരിക്കുക.
എന്നാൽ ആഴത്തിൽ താപനില വളരെ കുറവാണ്. ഈ താപവ്യത്യാസം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ. ഓടെക് അല്ലെങ്കിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ ചെയ്യുന്നത് സമുദ്രത്തിലെ താപനിലയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഊർജം നിർമ്മിക്കുകയാണ്. സമുദ്ര ഉപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള ജല താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെയിലും കൂടുതലായിരിക്കും. ജിയോ തെർമൽ എനർജി കേരളത്തിൽ സാധ്യമല്ല. ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇവിടെ ദ്രവ്യനഷ്ടം സംഭവിക്കുകയും ഊർജ്ജമായി അത് പരിണമിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇക്വേഷനാണ് E=mc². ആറ്റം ബോംബ് പ്രവർത്തിക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന തത്വപ്രകാരമാണ്. M മാസാണ്, പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസാണ്. C പ്രകാശത്തിൻ്റെ വേഗം. E ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം 9 × 10⁻16 ജൂളാണ്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം 9 × 10⁻16 ജൂളാണ്. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ആണവ മലിനീകരണം എന്ന് പറയുന്നത്. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ആണവ മലിനീകരണം. ഫിഷൻ നിയന്ത്രിച്ച് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഫിഷൻ നിയന്ത്രിച്ച് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കാർബൈഡ് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. താരാപൂർ, കോട്ട, കൂടംകുളം എന്നീ സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥിതി ചെയ്യുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ന്യൂക്ലിയർ ഊർജ്ജത്തെ താപോർജ്ജമായും താപോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായും താപോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറുന്നു. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷന് ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ആണവ ദുരന്തങ്ങൾ നേരിടാനായി കഴിക്കേണ്ടത് പൊട്ടാസ്യം അയോഡൈഡ് ഗുളികയും അയോഡിൻ അടങ്ങിയ ആഹാരവുമാണ്. ആണവ ദുരന്തങ്ങൾ നേരിടാൻ കഴിക്കേണ്ടത് പൊട്ടാസ്യം അയോഡൈഡ് ഗുളികയും അയോഡിൻ അടങ്ങിയ ആഹാരവുമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ. ഗ്രീൻ എനർജി, ക്ലീൻ എനർജി എന്നെല്ലാം അറിയപ്പെടുന്നത് ഹരിതോർജ്ജമാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം. ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ ഗ്രീൻ എനർജി എന്ന പേരിലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ ബ്രൗൺ എനർജി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ബ്രൗൺ എനർജിയാണ്. ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാവുന്നത്. ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് പ്രധാനമായും പഠിക്കാനുണ്ടായിരുന്നത്. കെമിസ്ട്രി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ SCERT സയൻസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്